എല്ലാവർക്കും നമസ്കാരം. ഒത്തിരി പേരൻസിൻ്റെ റിക്വസ്റ്റ് പ്രകാരമാണ് ഈ വീഡിയോ. 10ാം ക്ലാസ്സിലേക്കും +2ലേക്കും കടന്നിരിക്കുന്ന കുട്ടികൾക്ക് ഒത്തിരി സമ്മർദ്ദം ഉണ്ടാക്കുന്ന മാസങ്ങളാണ് ഈ ജനുവരി മുതൽ അല്ലേ. അപ്പോൾ ഇവർക്കുള്ള ചില ടിപ്സ്, എന്നെക്കൊണ്ട് കഴിയാവുന്ന രീതിയിലുള്ള കുറച്ച് ടിപ്സുകൾ ഞാൻ പറഞ്ഞു തരാം. യോഗയുടെ റിലേറ്റഡ് മാത്രമല്ല, നമ്മളുടെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് വഴി നമ്മൾ മനസ്സിലാക്കിയ കുറച്ച് കാര്യങ്ങൾ കൂടി ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഈ പരീക്ഷയുടെ കാര്യങ്ങളിലേക്ക് കിടക്കാം. അതായത് എല്ലാ കുട്ടികളും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ആ ലാസ്റ്റ് മിനിറ്റാണ് എല്ലാം ഓടിച്ചാടി പഠിച്ച് അവരുടെ വളരെ കൺജസ്റ്റഡ് ആവുകയും അവർക്ക് എക്സാം ഹോളിൽ എത്തിക്കഴിയുമ്പോഴത്തേക്കും ഒന്നും മനസ്സിലാവാത്ത ഒരു ബ്ലാങ്ക് അവസ്ഥ വരാറുണ്ട് അല്ലേ. അപ്പോൾ ഇതിന് നമ്മൾ ചെയ്യേണ്ടത്, നമ്മളെപ്പോഴും പാരൻസ് പറയും നേരത്തെ ഇരുന്ന് പഠിക്കണം, അങ്ങനെ പറഞ്ഞാലും അവർക്ക് ആ ഒരു മോട്ടിവേഷൻ തോന്നാറില്ല അല്ലേ. അവർക്ക് എപ്പോഴും ആ ലാസ്റ്റ് മിനിറ്റിൽ പെട്ടെന്ന് ഇത് ചെയ്യാനാണ്, ആ ഒരു പ്രഷറൈസ്ഡ് ആയിട്ട് പഠിച്ചാലാണ് ചിലവർക്ക് കിട്ടാറുള്ളൂ എന്ന് പറയാറുണ്ട്. ചിലവർക്ക് അതൊരു ചിട്ടയോടുകൂടി ചെയ്താലും ആ ലാസ്റ്റ് മിനിറ്റിൽ അവിടെ എത്തിക്കഴിയുമ്പോഴത്തേക്കും പേടി കൊണ്ട് മറന്നു പോകുന്നവരുണ്ടാവും. ഈ രണ്ട് കാര്യങ്ങളെ നമ്മൾക്ക് എങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ ഒരു പരിധിവരെ സഹായിക്കുമെന്ന് നമുക്കൊന്ന് നോക്കാം. ഒന്നാമത്തെ കാര്യം, നമ്മൾക്ക് എല്ലാം പഠിച്ച കുട്ടികളാണെങ്കിലും അവർക്ക് ആ ഒരു ഫിയർ ഫാക്ടർ വരുന്നതിന് നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം എന്ന് പറയുന്ന ബ്രെത്ത് വർക്കാണ്. നമ്മൾക്ക് നല്ല രീതിയിലുള്ള എല്ലാ ദിവസവും നിങ്ങൾ എഴുന്നേറ്റാൽ ഉടനെ ഒരു ബ്രീത്തിങ് എക്സസൈസ് അല്ലെങ്കിൽ ഒരു പ്രാണായാമ, നിങ്ങൾ എത്ര പഠിക്കാനുണ്ടെന്ന് പറഞ്ഞാലും നിങ്ങൾക്കൊരു 24 മണിക്കൂർ നിങ്ങൾക്ക് എന്തായാലും പഠിക്കാനായിട്ട് സാധിക്കില്ല. അപ്പോൾ രാവിലെ എണീറ്റ വഴിയും അതുപോലെ തന്നെ രാത്രി ഉറങ്ങുന്നതിന് മുമ്പായിട്ടും നിങ്ങളൊരു ബ്രീത്തിങ് ടെക്നിക്ക് പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ ഞാനൊന്ന് കാണിച്ചു തരാം. വളരെ ഈസി ആയിട്ടുള്ള ഒരു ബ്രീത്തിങ് ടെക്നിക്ക് എന്ന് പറയുന്നത്, വലത് കൈ നെഞ്ചിലും ഇടത് കൈ വയറിലും വെച്ചിട്ട് നമുക്കിങ്ങനെ വളരെ ശ്വാസഗതിയെ മാത്രം ഒന്ന് ഒബ്സർവ് ചെയ്യുക. ആദ്യം തന്നെ ചെയ്യേണ്ട കാര്യം അതാണ്. അപ്പം നമ്മളുടെ ചെസ്റ്റിലൂടെയാണോ നമ്മൾ ബ്രീത്തിങ് എടുക്കുന്നത്, അതോ വയറിലൂടെയാണോ ബ്രീത്തിങ് എടുക്കുന്നതെന്ന് നമ്മളൊന്ന് ശ്രദ്ധിച്ചു നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഭയങ്കര ടെൻഷനുള്ള കൂട്ടത്തിലാണെങ്കിൽ നിങ്ങളുടെ നെഞ്ച് ഭയങ്കരമായിട്ട് ബ്രീത്ത് ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. അതേസമയം നിങ്ങൾ വളരെ റിലാക്സ്ഡ് ആണെങ്കിൽ നമ്മുടെ വയറായിരിക്കും കൂടുതൽ മൂവ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനെ നമ്മൾക്ക് പതുക്കെ ഞാൻ വയറിലൂടെയാണ് ബ്രീത്ത് ചെയ്യുന്നത് എന്ന് നമ്മൾ സങ്കല്പിച്ച് നമ്മളുടെ വയറിലേക്ക് 2 കൈ കൊണ്ട് ഇങ്ങനെ ചെയ്ത് അതിനെ നമ്മൾ ട്രെയിൻ ചെയ്യിപ്പിക്കുക. അതായത് ബെല്ലി ബ്രീത്തിങ് എന്ന് പറയും. ബെല്ലി ബ്രീത്തിങ് ഈസ് ദി ബെസ്റ്റ് എക്സസൈസ് ഫോർ സ്ട്രെസ് ആൻഡ് ആങ്സൈറ്റി. അപ്പോൾ ലോകത്തുള്ള പല പ്രമുഖരും അവരുടെ സ്ട്രെസ്സിനെയും ആങ്സൈറ്റിയും കൺട്രോൾ ചെയ്യുന്നത് ബ്രീത്തിങ് എക്സസൈസിലൂടെയാണ്. അപ്പോൾ ഈ ബെല്ലി ബ്രീത്തിങ് നമ്മൾ രാവിലെ ഒരു 5 മിനിറ്റോളം ആ ഒരു കൈ വയറിൻ്റെ മുകളിൽ വെച്ച് ഇങ്ങനെ അത് ബ്രീത്തിങ് ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യുക. ആദ്യം അത് ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും, പക്ഷേ ഇന്ന് തൊട്ട്, ഈ വീഡിയോ കാണുന്ന അന്ന് തൊട്ട് നിങ്ങളിത് പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ അത് മനസ്സിലായല്ലോ. പിന്നെ രണ്ടാമത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇപ്പോൾ ഇത് നമ്മുടെ ആങ്സൈറ്റിയെ കുറയ്ക്കാൻ. രണ്ടാമത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്, നിങ്ങൾക്ക് ശരിയായ രീതിയിലുള്ള ന്യൂട്രീറ്റീവ് ഫുഡാണോ നിങ്ങൾ കഴിക്കുന്നത്, ഡയറ്റ്. അപ്പോൾ ആദ്യം ബ്രെത്ത് വർക്ക് പറഞ്ഞു, രണ്ടാമത്തെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഡയറ്റ്. നിങ്ങൾ ഈ സ്റ്റഡി ലീവിന് ഇരിക്കുമ്പോഴും അതുപോലെ തന്നെ നിങ്ങൾ എല്ലാ ദിവസവും കഴിക്കുന്ന ആഹാരം ജങ്ക് ഫുഡ് ആണെങ്കിൽ നിങ്ങൾക്ക് അതേപോലെ തന്നെയായിരിക്കും നിങ്ങളുടെ ന്യൂട്രീഷണൽ സപ്ലൈ നിങ്ങളുടെ ശരീരത്തിലേക്ക്. അത് നിങ്ങൾക്ക് വേണ്ടത്ര പോഷകങ്ങൾ നിങ്ങൾക്ക് ഓർമ്മ കൂട്ടാനും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഹെൽത്തി ആവാനും അല്ലെങ്കിൽ ഡൈജസ്റ്റീവ് പ്രോബ്ലംസ് ഉണ്ടാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ നിങ്ങളുടെ പഠിത്തത്തിനെ നിങ്ങളത് ബാധിക്കും. കാരണം വയറിന് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ട്, നമുക്ക് കോൺസ്റ്റിപ്പേഷൻ ഉണ്ട്, ആസിഡിറ്റി ഉണ്ടെങ്കിൽ നമുക്ക് പഠിത്തത്തിൽ ശ്രദ്ധിക്കാൻ പറ്റില്ല. അപ്പം നല്ല രീതിയിലുള്ള ഭക്ഷണം നമ്മൾ കഴിക്കുക, പുറത്തുനിന്നുള്ളതൊന്നും വലിച്ചു വാരി കഴിക്കാതിരിക്കുക, പ്രിസർവേറ്റീവ്സ് അടങ്ങിയ ഫുഡുകൾ കഴിക്കാതിരിക്കുക, എയറേറ്റഡ് ആയിട്ടുള്ള ഡ്രിങ്ക്സ് ഒന്നും കഴിക്കാതിരിക്കുക. കുട്ടികൾ അറ്റ്ലീസ്റ്റ് ഈ ഒരു മാസങ്ങളെങ്കിലും ഇതൊക്കെ ഒന്ന് ചിട്ടയോടുകൂടി ഫോളോ ചെയ്യുക. നല്ലപോലെ ഫ്രൂട്ട് കട്ട്സ് കഴിക്കുക, വെജിറ്റബിൾ സാലഡ് ഉൾപ്പെടുത്തുക, അതുപോലെ തന്നെ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള മുട്ട, ഇങ്ങനെയുള്ള നല്ല നല്ല ഭക്ഷണങ്ങൾ നിങ്ങളുടെ ഡെയിലി ഇതിനകത്ത് സ്റ്റഡി ലീവിൻ്റെ സമയത്ത് അങ്ങനെയൊക്കെ വേണം കഴിക്കാൻ. നട്ട്സ്, സീഡ്സ് ഒക്കെ നിങ്ങളുടെ മേശപ്പുറത്ത് വയ്ക്കുക. അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും വൈറ്റമിൻ ഡെഫിഷ്യൻസി ഉണ്ടോ, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾക്ക് പഠന സമയത്ത് വേണ്ട വൈറ്റമിൻ എന്ന് പറഞ്ഞാൽ വൈറ്റമിൻ B12 അതുപോലെ തന്നെ വൈറ്റമിൻ Dയും ആണ്. വൈറ്റമിൻ D നിങ്ങൾക്ക് സ്ട്രെസ്സും ആങ്സൈറ്റിയും വരുത്താതിരിക്കും. വൈറ്റമിൻ B12 നിങ്ങളുടെ ഞരമ്പിൻ്റെ നെർവസ് സിസ്റ്റത്തിനെ നിങ്ങൾക്ക് നല്ല രീതിയിൽ കോർഡിനേഷനും കോൺസെൻട്രേഷനും മെമ്മറി പവറും തരാനായിട്ട് സഹായിക്കും. അപ്പം ന്യൂറോബയോൺ പോലത്തെ നല്ല വൈറ്റമിൻ B കോംപ്ലക്സും അതുപോലെ തന്നെ വൈറ്റമിൻ D സപ്ലിമെൻറ്റും നിങ്ങളുടെ രക്തം ടെസ്റ്റ് ചെയ്തതിന് ശേഷം കുറവാണെങ്കിൽ അതിന് സപ്ലൈ ചെയ്യാനുള്ള കാര്യങ്ങൾ നോക്കുക.
മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ പ്രകൃതിയുമായിട്ട് ബി വിത്ത് ദ നേച്ചർ ഫോർ സം ടൈം. അതായത് നമ്മൾ ഇടയിൽ ഒരു ആഫ്റ്റർനൂൺ ഒരു ബ്രേക്ക് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഫുൾ ടൈം ഇരുന്ന് വായിക്കില്ലല്ലോ. നമ്മൾ കുറച്ച് നേരം പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ പ്രകൃതിയിലേക്ക് നമ്മുടെ മുറ്റത്തൊക്കെ ഒന്ന് ഇറങ്ങി നടക്കുക, നമ്മളുടെ തോട്ട്സിനെ ഒന്ന് ഡിസ്ട്രാക്ട് ചെയ്ത് കൊടുക്കുക. അതായത് നമ്മൾ ഇത്രയും നേരം ആ ബുക്കിൽ തന്നെയാണ്, അപ്പം നമ്മളുടെ ആ മൈൻഡിനെ ഒന്ന് ഡിസ്ട്രാക്ട് ചെയ്ത് പിന്നെ തിരിച്ചു വന്നു കഴിയുമ്പോൾ അത് നിങ്ങൾ കാലൊക്കെ ചെരുപ്പിടാതെ കുറച്ചു നേരം ഭൂമിയായിട്ട് സമ്പർക്കം വരുത്തുക. അതുപോലെ തന്നെ കുറച്ചു നേരം വെള്ളവുമായിട്ടൊക്കെ ചെടി നനയ്ക്കുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു ഫിസിക്കൽ ആക്ടിവിറ്റിയിൽ എന്തെങ്കിലും ഏർപ്പെട്ട് പ്രകൃതിയുമായിട്ട് കുറച്ച് സമയം ചിലവഴിക്കുക. ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു ശുദ്ധമായ ഓക്സിജൻ കിട്ടുകയും നിങ്ങളുടെ ബ്രെയിൻ ഒന്ന് മൊത്തത്തിലൊന്ന് റിഫ്രഷ് ആവും. നമ്മൾ കമ്പ്യൂട്ടറിൽ എന്താ നമ്മൾ ചെയ്യണത്, റിഫ്രഷ് ബട്ടൺ അമർത്തും അല്ലേ? അതേപോലെ തന്നെ നമ്മുടെ ബോഡി ഒന്ന് റിഫ്രഷ് ചെയ്യാനായിട്ടുള്ള വഴികൾ കണ്ടുപിടിക്കുക. അല്ലെങ്കിൽ ഒരു ചെറിയൊരു വാക്കിങ്ങിന് പോവല്ലോ, ഒരു സ്റ്റേഡിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പാർക്കോ എന്തെങ്കിലും തൊട്ടടുത്തുണ്ടെങ്കിൽ അവിടെ പോയിട്ട് ഒന്ന് ഓടാനോ അല്ലെങ്കിൽ ഒന്ന് നടക്കാനോ ആയിട്ട് പോവുക. നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇടയിലിടയിൽ എല്ലാ 1 അവറിലും ബ്രേക്ക് എടുക്കുക. അതായത് നമ്മളിപ്പോൾ ഒരു കാര്യം ഇങ്ങനെ പഠിച്ചിട്ടുണ്ട്, എന്ത് ചെയ്ത് കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ബ്രെയിൻ അങ്ങ് ഭയങ്കര ഇതാവും, നമുക്കൊന്നും പിന്നെ തലയിൽ കയറില്ലാത്ത ഒരവസ്ഥ വരും. അന്നേരം നിങ്ങളൊന്ന് എഴുന്നേറ്റ് പോയി അടുക്കളയിൽ പോയി ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചിട്ട് തിരിച്ചു വരിക. അല്ലെങ്കിൽ നിങ്ങൾ ചിന്ത വേറൊരു കാര്യത്തിൽ, ഇപ്പം നിങ്ങളൊരു വയലിൻ വായിക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ കുറച്ച് നേരം ഒന്ന് വയലിനൊക്കെ വായിക്കുക. അല്ലെങ്കിൽ പടം വരയ്ക്കുന്ന ഒരാളാണെങ്കിൽ പടമൊക്കെ വരയ്ക്കുക. നിങ്ങളുടെ ശ്രദ്ധ കംപ്ലീറ്റ്ലി ഒന്ന് മാറ്റിയിട്ട് തിരിച്ചു വരുമ്പോൾ നിങ്ങൾക്ക് ഫ്രഷായിട്ട് വീണ്ടും ആ ഒരു ചാപ്റ്റർ ഒന്നുകൂടി വായിച്ചു കഴിഞ്ഞാൽ നല്ലപോലെ തലയിൽ കയറുക. കാരണം നേരത്തെ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മനസ്സിൽ എവിടെയോ വീണ് പോയോ, ഇതെനിക്ക് ടഫാണ്, ഇതെനിക്ക് വായിച്ചാൽ കിട്ടില്ല എന്നുള്ളൊരു തോന്നൽ വന്നു. പക്ഷെ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ആക്ടിവിറ്റി ചെയ്തിട്ട് തിരിച്ചു വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഓൾറെഡി അക്സെപ്റ്റൻസ് മോഡിലാണ്. അപ്പം നിങ്ങൾക്ക് കുറച്ചും കൂടി നന്നായിട്ട് പഠിക്കാനായിട്ട് പറ്റും. ഇനി 5ാമത്തെ കാര്യം എന്ന് പറയുന്ന ഒരു NLP ടെക്നിക്കാണ്. ഇതാരും എന്നെ പഠിപ്പിച്ചതെന്നല്ല, പക്ഷെ ഞാൻ ഈ NLPയിൽ നമ്മൾ വിഷ്വൽ, ഓഡിറ്ററി, കൈനസ്തെറ്റിക് അങ്ങനെ പറഞ്ഞിട്ട് കുറേ വിഭാഗങ്ങളുണ്ട്. അതിനകത്ത് നിങ്ങളുടെ കുട്ടി അല്ലെങ്കിൽ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന സ്റ്റുഡൻ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ മെമ്മറി കിട്ടുന്നത് വിഷ്വൽ മെമ്മറി ആണോ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഇത് എഴുതി പഠിക്കുക, അല്ലെങ്കിൽ ഇതിൻ്റെ പിക്ചേഴ്സ് കണ്ട്, അതായത് ഇപ്പോൾ നിങ്ങൾ എല്ലാവരും യൂട്യൂബും അതുപോലെ തന്നെ ഗൂഗിളൊക്കെ സെർച്ച് ചെയ്യുന്ന പിള്ളേരാണ്. അതിനകത്ത് ഈ ഒരു ടോപ്പിക്കുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പിക്ചേഴ്സ് കാണുക, അല്ലെങ്കിൽ നിങ്ങൾ എഴുതി, ഇപ്പോൾ മാത്സ് ആണെങ്കിൽ എഴുതി തന്നെ പഠിക്കുക. അതായിരിക്കും നിങ്ങളെ ഏറ്റവും കൂടുതൽ വിഷ്വൽ മെമ്മറി നിങ്ങളെ ട്രിഗർ ചെയ്യുന്നത്. അതേസമയം നിങ്ങളൊരു ഓഡിറ്ററി വിഭാഗത്തിലാണെങ്കിൽ ഞാൻ ചെയ്തൊരു കാര്യം പറഞ്ഞുതരാം. ഞാൻ ഓഡിറ്ററി വിഭാഗത്തിലല്ലെങ്കിൽ പോലും എനിക്കിത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടെക്നിക്കാണ്. പണ്ട് എൻ്റെയൊക്കെ കാലഘട്ടത്തിൽ നമ്മൾ ടേപ്പ് റെക്കോർഡർ കൂടുതൽ യൂസ് ചെയ്തിരുന്നൊരു സമയമാണ്. അപ്പോൾ നമ്മൾ കാസറ്റിൽ എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ നമ്മൾ പഠിച്ച പാഠങ്ങൾ നമ്മൾ കാസറ്റിൽ റെക്കോർഡ് ചെയ്യും. എന്നിട്ട് ഈ ഫുൾ ചാപ്റ്റർ നമ്മളിപ്പോൾ കുറച്ച് നേരം റെസ്റ്റൊക്കെ ചെയ്യുന്ന സമയത്ത്, ഇപ്പോൾ ഹിസ്റ്ററിയൊക്കെ ഭയങ്കര എന്നെ സംബന്ധിച്ച് ഇത്തിരി ബോറിങ് സബ്ജക്റ്റ് ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഈ ഫുൾ ചാപ്റ്റർ ഞാൻ വോയിസ് റെക്കോർഡ് ചെയ്തിട്ട് വീണ്ടും അത് റിവൈസ് ചെയ്ത് കേൾക്കാനായിട്ട് ഞാനിത് പ്ലേ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഞാനിത് വീണ്ടും കേട്ട് ഒരാൾ എനിക്ക് കഥ പറഞ്ഞു തരുന്ന പോലെ തന്നെ ഞാൻ തന്നെ അത് മനസ്സിലാക്കി എനിക്ക് കൂടുതൽ എളുപ്പത്തോടു കൂടി അത് മെമ്മറൈസ് ചെയ്യാനായിട്ട് സാധിക്കാറുണ്ട്. അപ്പോൾ ഈ വിഷ്വലും ഓഡിറ്ററിയും നിങ്ങൾക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. എന്നിട്ട് ഈ കാര്യങ്ങൾ നിങ്ങൾ നന്നായിട്ട് ഇത് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് നോക്കുക. പിന്നെ ഇതിൻ്റെ കൂടെ ഈ NLPയുടെ കൂടെ തന്നെ മെമ്മറി ഇമ്പ്രൂവ് ചെയ്യാനായിട്ടുള്ളൊരു കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എഴുതുന്നതും, അതുപോലെ ചില വാക്കുകൾ നിങ്ങൾക്ക് വളരെ ഒരു ഇത്തിരി ഡിഫിക്കൽട്ടായിട്ടുള്ള ചില വേർഡ്സ് നിങ്ങൾക്ക് ഭയങ്കര ഇതാണെങ്കിൽ അതിനെ ഇത്തിരി ഒരു കോമഡി ആയിട്ടുള്ള എന്തെങ്കിലുമായിട്ട് നിങ്ങൾ സങ്കല്പിക്കുക. അതായത് ഇപ്പോൾ വളരെ ഇപ്പോൾ എന്തെങ്കിലും ഒരു ടേം അത് ഒരു ഇത്തിരി കോമഡി ആയിട്ട് നിങ്ങൾ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഒരു ആളായിട്ടോ അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റായിട്ടോ കമ്പയർ ചെയ്തിട്ട് അതിനെ അതുമായിട്ട് റിലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് നിങ്ങൾക്ക് ചിരിയും വരും. അതുകൂടാതെ ആ ഒരു വേർഡ് എപ്പോഴൊക്കെ വന്നാലും നിങ്ങളത് ഓർക്കാനുള്ള ടെൻഡൻസി നിങ്ങൾക്ക് കൂടുതലായിരിക്കും. അപ്പോൾ എന്തെങ്കിലും ടഫായിട്ടുള്ളത് എപ്പോഴും ഒരു ഫണ്ണി തിങ്ങുമായിട്ട് നിങ്ങൾക്ക് ചിരിക്കാൻ ഇത് ചെയ്യുന്ന ഒരു ഇതുമായിട്ട് നമ്മളതിനെ കൺവേർട്ട് ചെയ്ത് കൊടുക്കുക. എസ്പെഷ്യലി നമുക്ക് സോഷ്യൽ സ്റ്റഡീസ്, ജോഗ്രഫി, ഇതൊക്കെ ഇങ്ങനെയുള്ള സബ്ജക്ട്സൊക്കെ നമുക്ക് ജോഗ്രഫിയൊക്കെ നമ്മൾ ശരിക്കും ഈ സഫാരി ചാനലിലൊക്കെ അതിനകത്തുള്ള ഇതുപോലെ നമ്മൾ വിഷ്വലൈസ് ചെയ്ത് അതിൻ്റെ കുറച്ച് പിക്ചേഴ്സോടുകൂടി മെമ്മറൈസ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ
നമുക്ക് പിന്നെ ആ ചാപ്റ്റർ വായിക്കേണ്ട ആവശ്യമില്ല, ഒറ്റ തവണ നമുക്കത് നോക്കിയാൽ മതിയാവും. അതേപോലെ തന്നെ ഈ ഫണ്ണി ആയിട്ട് നമ്മൾ ഒരു കഥ പോലെ നമ്മളത് പഠിച്ചു വയ്ക്കുകയാണെങ്കിൽ അതും നിങ്ങളുടെ മെമ്മറി പവർ കൂട്ടും. അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് ടെക്നിക്സുകൾ, ഇപ്പം ഞാൻ പറഞ്ഞു ന്യൂട്രീഷൻ്റെ കാര്യം പറഞ്ഞു, NLP ടെക്നിക്ക് പറഞ്ഞു, ബ്രത്ത് വർക്കിൻ്റെ കാര്യം പറഞ്ഞു, ഡയറ്റിൻ്റെ കാര്യം പറഞ്ഞു. ഇതെല്ലാം നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ എവിടെയാണ് എൻ്റെ പ്രശ്നം എന്നുള്ളത് ഈ ഒരു വീഡിയോയിൽ കൂടെ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ ഇനി ഇതുപോലെയുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക്കുമായി ഇനിയും വരാം.